എം.എൽ.എ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ആരോപണ വിധേയയായ യുവതി നൽകിയ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. രാഹുലിനെ പൂട്ടാനുള്ള സകല വിവരങ്ങളും ആ മൊഴിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കാച്ചിക്കുറുക്കിയുള്ള മൊഴിയിൽ രാഹുലിനെ അതിഭീകരനായ കുറ്റവാളിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ മൊഴി തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന മാധ്യമങ്ങളോട് സത്യം കൂടി അന്വേഷിക്കണമെന്നാണ് പറയാനുള്ളത്. യുവതിയുടെ മൊഴി പരിശോധിക്കുന്നതിന് മുൻപ് ആ മൊഴിയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് പറയുകയാണ് സന്ദീപ് വാര്യർ. BJP അനുഭാവിയായ ഒരു വ്യക്തിയാണ് ആ യുവതിയെ വിവാഹം കഴിച്ചത്. സ്വാഭാവികമായും പഴയ BJPക്കാരനായ സന്ദീപിന് ആ കുടുംബത്തെ വ്യക്തിപരമായി അറിയാൻ സാധിക്കും. യുവതിയുടെ വിവാഹത്തിനടക്കം സാക്ഷിയായ സന്ദീപാണ് യുവതിയുടെ മൊഴിയിലെ കള്ളങ്ങൾ പൊളിച്ചെടുക്കുന്നത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ താൻ ആദ്യം പരിചയപ്പെട്ടത് വിവാഹബന്ധം ഒഴിഞ്ഞ ശേഷമാണെന്നാണ് പരാതിക്കാരിയായ യുവതി പറയുന്നത്. 2024 ഓഗസ്റ്റ് 22-നാണ് തന്റെ വിവാഹം നടന്നതെന്നാണ് യുവതിയുടെ മൊഴിയിൽ പറയുന്നത്. 4 ദിവസം മാത്രമാണ് ഒന്നിച്ച് ജീവിച്ചത്. 1 മാസത്തിനുള്ളിൽ ഈ ബന്ധം ഒഴിഞ്ഞുവെന്നും യുവതി പറയുന്നു. ഈ കള്ളമാണ് സന്ദീപ് വാര്യർ പൊളിച്ചടക്കുന്നത്. സന്ദീപ് പറയുന്നത് ഇങ്ങനെയാണ്: കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വളരെ വിവാദമായ ഒരു കേസിൽ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയുന്നതിലെ ശരിയും ശരികേടും എന്നെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. എന്നാൽ പോലും സത്യം പറയാൻ മടിക്കേണ്ടതില്ല എന്നതുകൊണ്ട് പറയുകയാണ്. ഇങ്ങനെയാണ് സന്ദീപ് വാര്യർ ഈ വിഷയം ആരംഭിക്കുന്നത്. രാഹുൽ ഈശ്വർ ചാനലുകളിൽ പറഞ്ഞതുപോലെ ആ വിവാഹത്തിൽ താൻ പങ്കെടുത്തതാണെന്ന് സന്ദീപ് പറയുന്നുണ്ട്. അവരുടെ വിവാഹബന്ധം 4 ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന് പെൺകുട്ടി ഉന്നയിച്ച വാദം ശരിയല്ല. മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു. ഇത് സത്യമാണ്. ഇതെനിക്കറിയാവുന്നതാണ്. മാത്രമല്ല, അവർ ഇപ്പോഴും വിവാഹമോചിതരല്ല. ഗുരുവായൂരിൽ താലി കെട്ടി തുടങ്ങിയ ബന്ധം തലസ്ഥാനത്ത് ഏറെ നാളായി താമസിച്ചാണ് മുന്നോട്ട് പോയത്. പിന്നീട് അത് വെറും 4 ദിവസം മാത്രമാണെന്ന് പറയുന്നതിലെ പൊരുത്തക്കേട് മനസ്സിലാകുന്നില്ലെന്നും സന്ദീപ് പറഞ്ഞു കഴിഞ്ഞു. അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം തന്നെ വേട്ടയാടുമെന്നും അതുകൊണ്ട് മാത്രം പറഞ്ഞതാണെന്നും സന്ദീപ് പറയുന്നുണ്ട്. വിവാഹിതരായിരിക്കെ രാഹുലുമായി ബന്ധമുണ്ടാക്കിയെന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങൾക്കിടെയാണ് യുവതിയുടെ മൊഴി വന്നത്. യുവതി വിവാഹിതയാണെന്ന് അറിഞ്ഞാണ് അടുപ്പം തുടങ്ങിയതും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയിൽ സമ്മതിച്ചിട്ടുണ്ട്. ഭർത്താവ് ഗാർഹിക പീഡനത്തിന് ഇരയാക്കുന്നുവെന്ന് യുവതി പറഞ്ഞുവെന്നും ഇതേ തുടർന്നുണ്ടായ അനുകമ്പയാണ് സൗഹൃദമായി വളർന്നതെന്നും രാഹുൽ ഹർജിയിൽ വ്യക്തമാക്കുന്നു. അതേസമയം യുവതി ഭർത്താവിനൊപ്പമായിരുന്നു താമസമെന്നും ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനാണെന്നും രാഹുൽ പറഞ്ഞു. എന്നാൽ ഇവിടെയാണ് താൻ 4 ദിവസം മാത്രമാണ് ഭർത്താവിന്റെ കൂടെ ജീവിച്ചതെന്ന യുവതിയുടെ മൊഴി പൊളിഞ്ഞു വീണത്. രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ച തീയതികൾ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങളാണ് യുവതി പോലീസിന് നൽകിയ 20 പേജ് മൊഴിയിലുള്ളത്. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്ത് യുവതി വാടകയ്ക്ക് താമസിച്ചിരുന്ന ഫ്ളാറ്റിലും പാലക്കാട്ടുള്ള രാഹുലിന്റെ ഫ്ളാറ്റിലും വെച്ചായിരുന്നു പീഡനം. 2025 മാർച്ച് 4-നും ഏപ്രിൽ 22-നും തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു. മാർച്ച് 17-ന് ഫ്ളാറ്റിലെത്തിയ രാഹുൽ മൊബൈൽ ഫോണിൽ തന്റെ നഗ്ന ദൃശ്യങ്ങൾ എടുത്തുവെന്നും ബന്ധത്തെക്കുറിച്ചുള്ള വിവരം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനു പുറമെ മൊഴിയിലെ മറ്റൊരു വിവരം ഇങ്ങനെയാണ്: മെയ് 30-ന് രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് തന്നെ കാണാനെത്തിയെന്നും കൈമനത്ത് വെച്ച് ജോബിയുടെ കാറിൽ താൻ കയറിയെന്നും മൊഴി നൽകിയ യുവതി ഗർഭചിത്രത്തിനുള്ള മരുന്ന് ജോബിയുടെ പക്കലുണ്ടായിരുന്നുവെന്നും പോലീസിനോട് പറയുന്നുണ്ട്. ലൈംഗിക പീഡന പരാതിയിൽ ബലാത്സംഗം, നിർബന്ധിത ഗർഭചിത്രം എന്നിവയടക്കമുള്ള കുറ്റങ്ങൾക്ക് കേസെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടന്നിരിക്കെയാണ് ചില നുണകൾ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്.